നടി ഭാമ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പ് വളരെ വൈറലായിരുന്നു. അതിങ്ങനെയാണ്: വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം? വേണ്ട. ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുക്കും. ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത്, വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ. ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം. ആദ്യത്തെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. പിന്നീട് കുറിപ്പ് വൈറലായ ശേഷം ഈ കുറിപ്പിന് വീണ്ടും ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഭാമ തന്നെ വന്നു. അതിങ്ങനെയാണ്: ഇന്നലെ ഞാനിട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്ത് നമ്മൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ്. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ്. വിവാഹശേഷം ധനം ആവശ്യപ്പെട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം, അതുമൂലം സ്വന്തം ജീവൻ വരെ ഭീഷണിയോടെ ഒരു വീട്ടിൽ കഴിയേണ്ടി വരിക, കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും. ഇതെല്ലാമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സ്ത്രീകൾ ഒരിക്കലും വിവാഹം ചെയ്യരുതേ എന്നാണ്. വിവാഹശേഷമാണെങ്കിൽ സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടരാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അല്ലാതെ സ്ത്രീകൾ വിവാഹമേ ചെയ്യരുത് എന്നല്ല എഴുതിയത്. ആശയം മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നന്ദി. വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ആർക്കും ഉണ്ടാവാം. ഒരുപക്ഷെ അത് ഭാമയ്ക്കും ഉണ്ടായിരുന്നിരിക്കാം. വിവാഹം, സ്ത്രീധനം, കുട്ടികൾ, ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇവിടെ. ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമല്ലെങ്കിലും ഇതൊക്കെ കൊണ്ട് ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായവരുണ്ട് ഇവിടെ. വിസ്മയയും ഉത്രയും ഒക്കെ ഉദാഹരണങ്ങൾ. ഭാമയെപ്പോലെയോ ഉത്രയെപ്പോലെയോ വിസ്മയെപ്പോലെയോ ഒരുപാട് സ്വർണ്ണമൊന്നും ഇട്ട് വിവാഹം കഴിച്ച ഒരാളല്ല ഞാൻ. വെറും 20 പവൻ. 20 പവൻ വെറും എന്ന് പറഞ്ഞത് അവരെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെ വളരെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ഉണ്ടാക്കിയതാണ്. പഴയ സ്വർണം മാറ്റി വാങ്ങിയ പൈസ നഷ്ടം വരുന്നത് കൊണ്ട് പോളിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കല്യാണം കഴിഞ്ഞ് ചെന്ന അന്ന് തന്നെ അമ്മായിയമ്മ ചോദിക്കുകയും ചെയ്തു, പഴയ സ്വർണ്ണമാണല്ലേ എന്ന്. ഒന്നും മിണ്ടിയില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞ വീടുകൾ നോക്കി കള്ളം കയറുന്നുണ്ട്, അതുകൊണ്ട് ലോക്കറിൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞ് ഊരി വാങ്ങി. കൊണ്ടുപോയി ലോക്കറിൽ വെച്ചു. പിന്നീട് 1-2 മാസം കഴിഞ്ഞ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അതിൽ നിന്നൊരു മാല എടുക്കാമെന്ന് വിചാരിച്ച് ലോക്കർ തുറക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ലോക്കർ എൻ്റെ പേരിലല്ല, ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും പേരിലാണ്. എനിക്ക് സ്വർണ്ണം എടുക്കാനായില്ല. അവർക്കേ എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ കൂടെ പോയി മാല എടുത്തു. വിവാഹത്തിന് മുമ്പ് 2 ലക്ഷം പൈസയായി കൊടുക്കണമെന്ന് പറഞ്ഞ് ഫാദർ-ഇൻ-ലോ പറഞ്ഞിരുന്നു. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചപ്പോൾ ഭർത്താവ് ഇടപെട്ട്, ഇനി ചോദിക്കില്ല, ഞാൻ അറിയാതെ ചോദിച്ചതാണ്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹം നടന്നു. 1 വർഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോയി. ഒരു മോനും ഉണ്ടായി. പതിയെ പതിയെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളായി. അമ്മായിയമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു പൂർണ്ണമായിട്ടും ഭർത്താവ്. കുറച്ച് നാൾ ഹസ്ബൻഡിൻ്റെ കൂടെ വാടക വീട്ടിലൊക്കെ താമസിച്ചു. അതിനായി സ്വർണവും വിറ്റു. പിന്നെ അവിടെയും അമ്മായിയമ്മയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു ഹസ്ബൻഡ്. പിന്നെ ഈ മനുഷ്യൻ്റെ കൂടെയുള്ള ജീവിതം ദുസ്സഹമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പയ്യെ അവിടെ നിന്നിറങ്ങി സ്വന്തം വീട്ടിൽ വന്നു. ഈ അവസരത്തിൽ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അമ്മമാർക്ക് അവരുടെ കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് വളരെ ബാധ്യതയാണ്. ഭാമ തൻ്റെ കുറിപ്പിൽ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒരു ജോലിക്ക് കൂടി പോകാൻ സാധിക്കില്ല. സ്വന്തം വീട്ടിൽ നിന്ന് വിചാരിക്കുന്ന സപ്പോർട്ടും കിട്ടണമെന്നില്ല. അവിടെ നിന്ന് എതിർപ്പുകളും വരാം. കാരണം സ്ത്രീ എല്ലാം സഹിച്ച് ജീവിക്കേണ്ടവളല്ലേ. പിന്നെ എല്ലാം സഹിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ് മറ്റൊരാളെ മനസ്സിലാക്കൽ വളരെ ശ്രമകരമായൊരു പണിയാണ്. എത്ര പറഞ്ഞാലും മറ്റൊരു വ്യക്തിക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവണമെന്നില്ല. ഇഷ്ടക്കുറവുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള 2 പേർ ഒരുമിച്ച് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എല്ലാം പ്രശ്നങ്ങൾ തന്നെയാവും. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന സ്നേഹമുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവിനേക്കാളേറെ ഒരു ഭാഗ്യമാണെന്ന് വേണം കരുതാൻ. ഒരുപാട് സ്ത്രീകൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം. കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ കോടതിയിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഭർത്താവും ബന്ധുക്കളും കൈക്കലാക്കുന്നു. വിവാഹ സമയത്തെ ആഭരണങ്ങളും പണവും നിയമപരമായി രേഖപ്പെടുത്തണം. വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ഒരുപാട് സ്ത്രീകൾക്ക് ഗുണം ചെയ്യും.